ക്രിമിനൽ ലോകത്തേക്ക് എത്തിക്കുന്ന കൗമാരക്കാരിലെ ലഹരി ഉപയോഗം തടയുന്നതിന് വീടുകളിൽ നിന്ന് ജാഗ്രത തുടങ്ങണമെന്ന് പോലീസ് മുന്നറിയിപ്പ്. മയക്കുമരുന്നിൽ നിന്ന് അടിമകളായി നിരവധി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ക്രിമിനലുകളായി മാറിയ സമീപകാല സംഭവങ്ങൾ കണക്കിലെടുത്താണ് ഇത്തരമൊരു മുന്നറിയിപ്പ് ഇറക്കിയിരിക്കുന്നത്. ലഹരിയുടെ ചതിക്കുഴിയിൽ വീഴുന്ന കൗമാരപ്രായക്കാർ കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പുറത്തുവരുന്നത്. ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് വീടുകളിൽ ഉണ്ടാകേണ്ട ജാഗ്രതയുടെയും തിരുത്തൽ പ്രക്രിയയുടെയും ആവശ്യകതയാണ്. കുട്ടിയുടെ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ നോക്കുകയും അവരെ പരിഗണിക്കുകയും മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടത് തിരിച്ചറിയുകയും ചെയ്യുന്ന അന്തരീക്ഷം വീടുകളിൽ ഉണ്ടാകണം. സ്കൂളിൽ അധ്യാപകർക്കും ഇതിൽ വലിയ പങ്കുണ്ട്. കുട്ടികൾ ലഹരി ഉപയോഗിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇത്തരത്തിൽ സംശയം തോന്നിയാൽ പോലും അത് അംഗീകരിക്കാൻ മാതാപിതാക്കളും സ്കൂൾ അധികൃതരും തയ്യാറാകുന്നില്ല. മാതാപിതാക്കൾ മക്കളെ കൃത്യമായി നിരീക്ഷിക്കണം. അവർ എവിടെ പോകുന്നു, എന്തു ചെയ്യുന്നു, സുഹൃത്തുക്കൾ ആരൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടാതെ വേണം അവ നിരീക്ഷിക്കാൻ. കുട്ടികളുടെ സാധാരണ സ്വഭാവത്തിലെയും പെരുമാറ്റത്തിലെയും ചെറിയ വ്യത്യാസം പോലും നിസ്സാരമായി കാണരുത്. വസ്ത്രധാരണം, ഹെയർ സ്റ്റൈൽ, കേൾക്കുന്ന പാട്ടുകൾ, കാണുന്ന സിനിമകൾ, കൂട്ടുകെട്ടുകൾ തുടങ്ങി എല്ലാ തരത്തിലും ശ്രദ്ധയുണ്ടാകണം. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരുടെ കണ്ണുകൾ ചുമന്നിരിക്കും. ടോയ്ലറ്റിൽ അധിക സമയം ചെലവഴിക്കുന്നതും ചിലപ്പോൾ ലഹരി ഉപയോഗത്തിന്റെ സൂചനയാകാം. കുട്ടികളുടെ മുറി വൃത്തിയാക്കുമ്പോൾ ലഹരി മരുന്നിന്റെ അംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഏതു ലഹരി ഉപയോഗിക്കുമ്പോഴും ചില അടയാളങ്ങളിലൂടെ അത് കണ്ടെത്താൻ സാധിക്കും. വസ്ത്രങ്ങൾ തീപ്പൊരി വീണുണ്ടായ ചെറിയ ദ്വാരങ്ങൾ പുകവലിയുടെയോ കഞ്ചാവിന്റെയോ ലക്ഷണമാകാം. ശരീരത്തിൽ സൂചി കുത്തിയ പാടുകളോ വസ്ത്രങ്ങളിൽ ചോരപ്പാടുകളോ കണ്ടാലും ശ്രദ്ധിക്കണം. കുട്ടിയുടെ ഭക്ഷണ രീതിയിലും ഉറക്കത്തിലും ശ്രദ്ധ വേണം. ചിലർക്ക് കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ വിശപ്പ് കൂടും. ചിലർ ധാരാളമായി വെള്ളം കുടിക്കും. കൊക്കൈൻ പോലെയുള്ള സ്റ്റിമുലന്റ് ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ ഉറക്കം കുറയും. രാത്രി വളരെ വൈകിയും ഉറങ്ങാതിരിക്കാൻ ഇവ കാരണമാകുമ്പോൾ ഹൈറോയിൻ അടക്കമുള്ള ഡിപ്രസന്റ് ഡ്രഗുകൾ കൂടുതലായി ഉറങ്ങാൻ പ്രേരിപ്പിക്കും. പകൽ സാധാരണയിലധികം സമയം കിടന്നുറങ്ങുന്ന കുട്ടികളിലും ശ്രദ്ധ വേണം. കൂട്ടുകെട്ടിലും വ്യത്യാസങ്ങൾ അനുഭവപ്പെടാം. മുതിർന്ന ആളുകളുമായുള്ള സൗഹൃദം, അപരിചിതരുടെ സന്ദർശനം എന്നിവ പലപ്പോഴും ആപത്തുണ്ടാക്കാം. സംശയം തോന്നുന്ന തരത്തിൽ ആരെയെങ്കിലും കണ്ടാൽ പോലീസിനെ അറിയിക്കുക. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. മിക്ക ജില്ലകളിലും അടുത്തിടെ വൻതോതിൽ കഞ്ചാവടക്കം മയക്കുമരുന്ന് പിടികൂടിയതോടെയാണ് പോലീസ് ഇത്തരമൊരു നീക്കവുമായി രംഗത്തെത്തിയത്. നിങ്ങളുടെ മക്കളുടെ വരവും പോക്കും അറിഞ്ഞിരിക്കണം. ലഹരി അവരെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തെത്തിക്കും.